ഓക്കെ. വാവ്, മാഷാ അല്ലാ, നല്ല കളർഫുൾ ഇന്ത്യൻ്റെ നല്ല വയറാണ് കണ്ടിട്ട്. അത്യാവശ്യം ലെങ്തിയാണ്. ഇപ്പോൾ ചുമരിലൊക്കെ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദൂരത്തേക്ക് നമുക്ക് മറ്റൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. കുറച്ച് വലിയതാണ് കേട്ടോ, കുറച്ച് വലിയത്. ഇതെന്താണെന്നല്ലേ നോക്കാം. ഇതും തന്നെ ആമസോണിൻ്റെ കിഡു പാക്കിലാണ് വന്നിട്ടുള്ളത്. വലിയൊരു പാക്ക് കിട്ടോ. നമുക്കിത് മൊബൈലിൽ കാണുന്നില്ല. ഞാൻ പ്രൈം മെമ്പർ ആയതുകൊണ്ടേ ഇഷ്ടം പോലെ എനിക്ക് വരുത്താം. ഒരു വർഷത്തെ മെമ്പറായിരിക്കുകയാണ്. ₹1 ലഗേജ് ചാർജ്, കൊറിയർ ചാർജ് കൊടുക്കണ്ട. ഏതായാലും അടിപൊളി ഒരു കവറാണ്. ആമസോണിൻ്റെ ഒറിജിനൽ പാക്ക്. ഏതായാലും ഈ കവർ ഇപ്പം നമുക്ക് വേണ്ട അല്ലേ. കവർ ഒഴിവാക്കി നമ്മുടെ കാർട്ടൂൺ വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു കാക്കി അല്ലേ. ഇതൊരു ഡിജിറ്റൽ ക്ലോക്ക്. ഏത് വീട്ടിലേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് എണ്ണം ഞാൻ പരിശോധിച്ചിട്ട് ഇത് ഒരെണ്ണം ഓർഡർ ചെയ്തിരിക്കുക. അതിൻ്റെ വില പടങ്ങൾ നോക്കണ്ട. ഇത്രയും ഞാൻ കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ₹3499. നല്ല വർത്തുണ്ടോ നോക്കാം നമുക്ക്. ഡിജിറ്റൽ ക്ലോക്ക്. വാവ്, മാഷാ അല്ലാ, അടിപൊളി കേട്ടോ. മൊഞ്ചുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഈ പാക്കിങ് ഭയങ്കര അർത്ഥ ഫ്രണ്ട്ലി കേട്ടോ, ഇക്കോ ഫ്രണ്ട്ലി, അടിപൊളി. റൗണ്ട് സാധാ അനലോഗ് ക്ലോക്കിൻ്റെ അതേ ഷേപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല സ്മൂത്താണ്, അടിപൊളി കൊള്ളാട്ടോ. നല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ പ്ലാസ്റ്റിക് കണ്ടാൽ അറിയാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കമ്പനി നിർമ്മിച്ചാണെന്നുള്ളത്. വെറുതെ അല്ല ഇത് ഇത്ര വില. അത് വില നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ബില്ലെടുത്ത് നോക്കണം. അതിൽ നിങ്ങളത് ഓൺ ചെയ്തിട്ടാണ് കാണേണ്ടത്. ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. ഇതിലേക്ക് ഒരു അഡാപ്റ്റർ കൊടുക്കണം. ഇതിൻ്റെ അഡാപ്റ്റർ ഒന്നും ഇപ്പോൾ അവർ തന്നിട്ടില്ല, അതിൻ്റെ കൂടെ ഇല്ല. ഇപ്പോൾ എത്ര വോൾട്ട് അഡാപ്റ്ററാണ് എന്നുള്ളത് ഇപ്പോൾ നോക്കണം. നമ്മൾ സാധാ DC 5 വോൾട്ട് 5 വോൾട്ടിൻ്റെ ഒരു DC അഡാപ്റ്റർ ഇപ്പോൾ അതിനായിട്ട് നല്ല റൗണ്ട് പിന്നാണ്. ഏത് കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, ഏതായാലും അതൊന്ന് കൊടുത്തിട്ട് ബാക്കി കാര്യം. ഇതിനൊരു ബാറ്ററി ഉണ്ട്, ഒരു ബാക്കപ്പ്. അത് കറണ്ട് പോയാൽ അതേ ടൈം തന്നെ ആവണമല്ലോ, അതിനുള്ളൊരു ബാക്കപ്പ് ബാറ്ററി ഉണ്ട്. യെസ്, ഒരു 1.5 അതിലേലും വർക്ക് ചെയ്യും. ഓക്കെ, 4 സ്വിച്ച് ഇവിടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണും. ഞാൻ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ചാർജർ ഒന്ന് എടുക്കട്ടെ. ഇവിടെ ഈ ഒരു ലൈറ്റ് കാണുന്നത് എൻ്റെ DC ബൾബാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ 12 വോൾട്ട് വയറിങ്ങിൽ DC ബൾബാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കാണുന്നത്. അതൊരു കറുത്ത പ്രതലത്തിൽ നന്നായിട്ട് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ എൻ്റെ പാക്കിങ് ഉണ്ട് അടിപൊളി. ഇത് സൂപ്പറായില്ലേ ഇതിൻ്റെ പാക്കിങ്. നല്ല പാക്കിങ് അല്ലേ. കണ്ടോ, ഈ ഒരു സംഭവമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. തെർമോക്കോളൊന്നുമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനമില്ല. ഇങ്ങനെയാണ് ഒരു പാക്കിംഗ് ഒക്കെ വേണ്ടത്. കഴിയുന്നത് പ്ലാസ്റ്റിക് ഒഴിവാക്കണം. പിന്നെ ഇങ്ങനെ ഇത് ഒരു പ്രൊട്ടക്ഷനാണ്. ഇങ്ങനെ കളിക്കല്ലേ, സമയം അങ്ങോട്ട് പോകും. ഇത് കണ്ടാൽ അങ്ങനെ പൊട്ടിക്കാൻ തോന്നുന്നില്ലേ. ഇതൊരു ക്രേസാണ്. ഇത് കിട്ടിയാൽ ആരെ പൊട്ടിക്കാതിരിക്കുക. ഇത് കിട്ടിയാൽ ഇങ്ങനെ ഒന്നും ആക്കാത്ത ആരെങ്കിലും എൻ്റെ ഈ ചാനലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് പ്രതികരിച്ചേ. ടൈം കൂടും. ഇനി നമുക്കുള്ള എന്താണിതിൽ ഒരു റിമോട്ടാണ്. റിമോട്ടും തന്നെ കണ്ടിട്ട് കുറച്ച് നല്ല കീയാണ്. അതാ ഒരു പക്ക ലോക്കൽ ലുക്കല്ല കേട്ടോ. അടിരിക്കട്ടെ റിമോട്ട്. പിന്നെ എന്താണിതിൽ നല്ലൊരു കേബിളുണ്ട്. ഒരു കേബിള് കൊള്ളാട്ടോ. നല്ല നല്ല വയറാണ് കണ്ടിട്ട്. അത്യാവശ്യം ലെങ്തിയാണ്. ഇപ്പോൾ ചുമരിലൊക്കെ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദൂരത്തേക്ക് നമുക്ക് ഈ ഒരു വയർ ഇതിലുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചാർജർ, മൊബൈൽ ഫോൺ ചാർജറിലേക്ക് നേരിട്ടും കൊടുക്കാം. ദാറ്റ്സ് ഓൾ. വെറുതെ സ്പെഷ്യലായ അഡാപ്റ്റർ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് ശങ്കിച്ചു പോയി. ഇതിപ്പോൾ എന്താ, what is this? wow, വല്ല നല്ല ബോർഡ് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പിന്നെ പ്ലൈവുഡോ അലമാരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതങ്ങ് ആണി അടിച്ചിട്ട് ഇത് വെക്കുക. ഈ ഒരു ഉക്ക് ഉണ്ടാക്കാൻ അടിപൊളി. ഇതൊരു സ്ക്രൂവാണ്. ചൂറ്റെടുത്തിട്ടേ 2 മാട്ടം മേടിയാൽ നമുക്ക് എവിടെയെങ്കിലും ഇതൊക്കെ ഒരു ഉക്കായിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ സൂപ്പറായിട്ടോ. കാരണം ഇനി ഒരു ഡ്രില്ല് ചെയ്ത് തുളച്ച് ബുദ്ധിമുട്ടുണ്ട എന്നുള്ളതാവും. പിന്നെ മരത്തിലൊക്കെ ആണെങ്കിൽ കേട്ടോ, മരത്തിൻ്റെ അതിലൊക്കെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. നോക്കാം നമുക്ക് എവിടെ പറ്റാം. അവിടെ പിന്നെ ഇപ്പം എന്താ ഉള്ളത്, ഒരു കാറ്റലോഗിൽ ചൈന ഉണ്ട്. ചൈന ഉണ്ട്. അപ്പോൾ ചൈനൻ്റെ തന്നെ ഉറപ്പായി അല്ലേ. ചൈനൻ്റെ സാധനം തന്നെയാണ്. ഇംഗ്ലീഷിലുണ്ട് കാറ്റലോഗ്. ഇനി നമുക്കത് പോസ് ചെയ്തിട്ട് DC കൊടുക്കാൻ പോകണം. എൻ്റെ വീട്ടിലെ 2 ആമ്പിയറിൻ്റെ ഒരു സാധാരണ മൊബൈൽ ചാർജറാണ് ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്യാൻ പോണത്. ഓക്കെ, അഡാപ്റ്റർ പ്ലഗിൽ കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു പിന്നെ ബിസ്മില്ല. ഓക്കെ, വാവ്, മാഷാ അല്ലാ, നല്ല കളർഫുൾ ഇന്ത്യൻ്റെ ഒരു കളർ അല്ലേ. നമ്മുടെ കളർ, ഇന്ത്യൻ്റെ കളർ. സംഗതി ചൈനക്കാരുണ്ടാക്കിയാലോ, നമുക്ക് ഇന്ത്യക്കാരൻ്റെ കളറാണ് കേട്ടോ. ദാറ്റ്സ് ഗുഡ്. 26 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. 78%. ഇപ്പം ഇതെന്താ നോക്കണോ, ഈർപ്പാണോ? ഒന്നിപ്പോൾ നോക്കി പറഞ്ഞുതരാം.
അത് ഹ്യൂമിഡിറ്റി ആവാനാണ് സാധ്യത. ഇതിപ്പോൾ ടൈം സെറ്റ് ചെയ്യാൻ പോകണോ. പിന്നെ മന്തും അതെ. കറണ്ട് പോയതാട്ടാ. ഇപ്പോൾ കറണ്ട് പോയി. അപ്പോൾ സത്യത്തിൽ കറണ്ട് പോയിട്ടോ. എൻ്റെ ഇൻവേർട്ടർ ഓഫ് ആക്കിയിട്ട് വെച്ചതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ കറണ്ട് പോയതാണ്. സാറില്ല. ഇതൊക്കെ ഇനി പ്രോഗ്രാം ചെയ്ത് എല്ലാം റെഡി ആയിട്ട് ഈ ക്ലോക്കിനെ ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് ഇതൊരു അൺബോക്സിങ് മാത്രമാണ്. കൃത്യമായി ഇതിൻ്റെ ഡീറ്റെയിൽ അടുത്തൊരു വീഡിയോയിലൂടെ കറണ്ട് വന്നതിന് ശേഷം വീണ്ടും ഇന്ന് അംസാൻ ജമുക്കിൽ കണ്ടതാണ്.